അവർ അവന്റെ മേൽ തുപ്പുകയും ഞാങ്ങണയെടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു. അമ്മേ അടിക്കളം വലിയ ചൂടാണുള്ളത്. എന്നാ പിന്നെ ഞാൻ ആ തീ പോയി കിടക്കാം. നീ ഷർട്ടൊന്ന് മാറ്റിക്കേ. അങ്ങനെ ഇപ്പൊ എന്റെ ബോഡി കാണണ്ട. ഷർട്ട് പൊക്കാണ് എങ്ങനെയാ ചൂട് വെക്കുന്നത്? അവരിടിച്ചത് ഷർട്ട് പൊക്കിയിട്ടല്ലോ, പിന്നെ നിന്നെ ചൂട് പിടിക്കുമ്പോ ഷർട്ട് പൊക്കണേ. കൈ കിട്ടിയെടുത്ത് ഒരുത്തനെങ്കിലും അടിച്ചു വീഴ്ത്തുന്നടാ. പട്ടിയെ പോലെ അവന്മാരെ തല്ലും കൊണ്ട് വന്നിരിക്കുക. ആ പേടിത്തുറമാരെ എന്നെ താഴെ നിർത്തിയല്ല എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വായുവിൽ നിർത്തി വോളിബോൾ കളിയായിരുന്നില്ലേ? പിന്നെ താഴെ നിർത്തിയാൽ ഒരുപാട് ഉണ്ടാക്കും. എന്തുണ്ടാക്കിയല്ലേ? എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് ദേഷ്യം വന്നിട്ടല്ലോ. കൈ മാത്രം അവര് വെറുതെ വിട്ടതാ. ഇപ്പൊ അതും പുള്ളി. എന്നാ പിന്നെ തലക്കൂടെ ഒഴിക്കായിരുന്നില്ലേ? നിന്റെ കരയിൽ രണ്ടുപേരെ നീ തല്ലിക്കൊന്നത് വീമ്പളിക്കുന്ന കേട്ടല്ലോ. പിന്നെന്താ അവരുടെ നേരം നിന്റെ കൈ പൊങ്ങാഞ്ഞ്? വീമ്പളിക്കൊന്നുമല്ല, രണ്ടുപേരെ തല്ലിക്കൊന്നു പറഞ്ഞ ശരിയാ. ഒരു ഓന്തിനെയും ഒരു തൊരപ്പനെയും. എന്താ അതും ജീവികളല്ലേ? നിന്നെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ, പേടിത്തൊണ്ടൻ. അവൻ ഹാർബറിലുണ്ടാവും. കൈയോടെ തന്നെ കണക്കെടുത്തിട്ട് ബാക്കി കാര്യം. അയ്യോ വേണ്ട ഫ്രെഡി, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കണ്ട. ഏത് കരയിൽ ചെന്നാലും എനിക്കിത് കിട്ടാറുള്ളതാ. അവിടെ കുമാരനാണെങ്കിൽ ഇവിടെ ക്ലീറ്റസ്, രണ്ടിലും കായണ്ട് ക്ലീനുണ്ട്. ഇതൊക്കെ കണ്ണടച്ചാലേ അവൻ ഇനിയും തലേ കയറും. അവൻ അടിച്ചു തന്നെയാണെങ്കിലും കൊണ്ടെനിക്കാടാ. വെറുതെ ദൈവദോഷം പറയല്ലേ ഫ്രെഡി. കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി. ഒരടി പോലും പാഴായിട്ട് പുറത്തു പോയിട്ടില്ല. ദേ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്റെ പേരില് ഈ കരയിലൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് ആരെങ്കിലും തല്ലണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെ തന്നെ അങ്ങോട്ട് തല്ലേ. അല്ല പിന്നെ ഇവൻ എന്താ തലക്കടി കൊണ്ട് പ്രാന്തായോ? ഇങ്ങനെ ഒരു മണഗുണാക്ഷം നമ്മുടെ ഇടയിൽ ഒന്ന് പെട്ടല്ലോ. ഓ, നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് ആ നേരത്തെ എല്ലാരും എവിടെയായിരുന്നു? അവരുടെ തല്ല് കൊണ്ടിട്ടാണേലും എന്റെ മാനം കാത്തത് ഈ കൃഷ്ണനാ. ദേ ഇനി അവരോട് വഴക്കിനൊന്നും പോണ്ട. ചേട്ടന്മാര് വേഗം സ്ഥലം വിടാൻ നോക്ക്. അല്ലപ്പോ കീരിയും പാമ്പുവരും നിങ്ങളിപ്പോ ഒന്നായ എന്നാ ഇവനെ ബ്രദറായിട്ട് അങ്ങ് ദത്തെടുത്തു. അതിനി ദത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്റെ ജോൺഫി തന്നെയാ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും എന്റെ കൃഷ്ണ, ഈ വക ജോലിയൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. എന്റെ ജോൺഫിയാന്ന് എല്ലാരോടും പറഞ്ഞിട്ട് എന്നെ വെറുതെ നാട്ടിക്കല്ലേ. ഞങ്ങളുടെ ജോൺഫി ഇങ്ങനെ പെണ്ണുങ്ങളുടെ ജോലിയൊന്നും ചെയ്യാറില്ല. അവൻ നല്ല ഉശിരുള്ള ആൺകുട്ടിയായിരുന്നു. അവനവന്റെ മുച്ചടിക്കുന്നതിന് എന്തിനാ ഉശിര്? ദേ ഇനിയെങ്കിലും നീ ആൺകുട്ടികളെ പോലെ നടക്കാൻ പഠിക്കും. പൗരുഷത്തോടെ ജീവിച്ചില്ല ഈ കണ്ടവരൊക്കെ വന്ന് മെക്കെട്ട് കയറും. എന്റെ പൗരുഷത്തിന് എന്താ ഒരു കുറവ്? നിങ്ങളുടെയൊക്കെ പൗരുഷത്തിന്റെ പ്രതീകം സിൽമാടൻ ജയനല്ലേ? ആ ജയനെ ഞാൻ കാണിക്കാം, എന്നിട്ട് പറ എനിക്ക് പൗരുഷമുണ്ടോ ഇല്ലെന്ന്. നീലടാ പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാതി ഷാജേ. ഇവനെ ഞാൻ നിങ്ങളവിടെ. അയ്യോ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്റെ ഗെറ്റപ്പൊക്കെ മാറി ഒന്ന് കുട്ടപ്പനായിട്ടുണ്ടല്ലോടാ. റോസി പറഞ്ഞിട്ടാ ചത്തുപോയതിന്റെ അവതാരണെന്നും പറഞ്ഞ് എല്ലാവരുടെയും കണ്ണിപ്പൊടിയിട്ട് നീ എന്താടാ വല്ലതും ഒപ്പിക്കുന്നുണ്ടാ? ഉണ്ടെങ്കി പറയടാ. റോസി അവള് പണ്ടേ എന്റെ ഒരു വീക്ക്നെസ്സാ. അതെ, നീയൊന്നും മനസ്സ് വെച്ചൊരു സാഹചര്യം ഒരുക്കി തന്നാ നമുക്ക് രണ്ടുപേർക്കും നല്ല ഫ്രണ്ട്സ് ആയിട്ട് കഴിയാം. എന്തേ ഒപ്പിച്ചേരാൻ പറ്റുമോ? എന്റെ ജോൺഫി ആണെങ്കി അവനെ പോയി തിരിച്ചടിക്ക്. അടിക്കാൻ Well done. Hey! Come on, come on! Yeah, come on, man! പോയടിക്കടാ, നിന്റെ കാളിയമർദ്ദനം അവന്റെ നെഞ്ഞത്ത് കളിക്ക്. ചെല്ല്.
നീ പുറത്തുനിന്ന് ഒരു ഗോൾ അടിക്കണ്ട, അവര് കളിക്കട്ടെ. അവനകത്തുണ്ടാവും, കയറി നോക്ക്. സർ, നിക്കടാ അവിടെ. തിരുവിലാവില് കുന്തം കൊണ്ട് കുത്തിയിട്ട് നിനക്കൊന്നും മതിയായില്ലടാ. കൊറേ യൂതന്മാര് ഇറങ്ങിയിരിക്കണു. നിന്നെയൊക്കെ മുൾക്കിയിടം വെച്ച് ചാട്ടവാറുണ്ട് അടിക്കാ വേണ്ടത്. നിങ്ങളൊക്കെ കൂടി കുറിച്ച് തറച്ച് കൊന്നിട്ട് എന്താ ഉണ്ടായത്? ഇത് ഭ്രാന്താശുപത്രിയാ. വിട്ടു. അവനോട് ഇല്ല സർ. ആ ക്ലീറ്റസിന് ഇപ്പോഴും ബോധം വീണിട്ടില്ല. അവനെങ്ങാനും കാഞ്ഞു പോയ മർഡർ കേസാ. നിന്റെ കൃഷ്ണനോട് മര്യാദയ്ക്ക് സ്റ്റേഷനിൽ ഹാജരാവാൻ പറ. എന്നിട്ട് അവൻ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ കോടതിയിൽ ഹാജരായിക്കോളാം. ഇവനിതോടെ ഞാനിവിടെ ഉണ്ട്. ക്ലീറ്റസിന്റെ ആൾക്കാർ പോലീസിന് ശരിക്കും കാശ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. ഞാൻ വേണമെങ്കിൽ സ്റ്റേഷനിൽ പോയി ഹാജരായിക്കോളാം. പോലീസിന്റെ കൈ കിട്ടി അവര് തന്നെ ബാക്കി വെക്കില്ല. ഇപ്പൊ പിടികൊടുക്കാതിരിക്കുന്ന ബുദ്ധി. തൽക്കാലം കൃഷ്ണനെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി നിർത്താം. നീ പൊടി പൊട്ടിക്കാളി. ആ യൂദാസികളെ പിടിച്ച് മാറ്റി നിർത്ത്. ഇവനെ ഞാൻ എവിടേക്കും പറഞ്ഞേക്കില്ല. ക്ലീറ്റസിന്റെ അവസ്ഥ ഒന്ന് ഭേദപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കാല് പിടിച്ചിട്ടാണെങ്കിൽ ഞാൻ കേസ് ഒതുക്കി തീർത്തോളാം. അതുവരെ കൃഷ്ണ എവിടേക്കെങ്കിലും ഒന്ന് മാറിയെന്നേ പറ്റൂ. വിശാഖപട്ടണത്തൊരു ജോലി ശരിയായി തരാന്ന് സണ്ണി ഏറ്റിട്ടുണ്ട്. അവിടെ പോയിട്ട് അവനെ കണ്ടാൽ മതി. ബാക്കി അവൻ നോക്കിക്കോളും. എവിടെ ചെന്നാലും ഇഷ്ടമുള്ളവരൊക്കെ വിട്ടുപോവാനാ എന്റെ വിധി. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ ഞാൻ തന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്നോളാം. നീ ധൈര്യമായിട്ട് പോ. ഒരു ടെമ്പോ നിർത്തിയിട്ടുണ്ട്. മംഗലാപുരം വരെ അതി പോവാം. വാ. ശരി, വിട്ടോ. വേണ്ട. ലോറൻസേ, എടോ ഞാൻ രാധയാ. ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ ഡെഡ് ബോഡി അല്ല. നീ മരിച്ചു പോയെന്ന് എല്ലാവരും അവിടെ വിശ്വസിച്ചിരിക്കണത്. പിറ്റേന്ന് തീരത്തടിഞ്ഞ വള്ളത്തേല് ചോരപ്പാട് കൂടി കണ്ടപ്പോ എല്ലാവരും അത് ഉറപ്പിച്ചു. മൂന്നാം പക്കം തീരത്ത് നിന്റെ ശവം കാത്ത് ദിവാകരന് ശാന്തമേ കരഞ്ഞോണ്ട് നടക്കുകയായിരുന്നു മോനെ. അവസാനം സ്രാവ് കൊണ്ടുപോയി കാണുന്ന എല്ലാവരും അങ്ങോട്ട് വിശ്വസിച്ച്. ജീവിച്ചിരുന്നിട്ടും നീ എന്താ കരയിലേക്ക് തിരിച്ചു വരാഞ്ഞേ? എനിക്കവിടെ ആരോ ഉള്ളത്? ഞാൻ ശാപമെന്ന് വിശ്വസിക്കുന്ന കരക്കാരും എന്നെ തള്ളി പറഞ്ഞ എൻ്റെ അച്ഛനും അമ്മയും. ഞാൻ ആണും പെണ്ണും കിട്ടവനെന്ന് തുറക്കാരി പറഞ്ഞപ്പോ നാവനക്കഥ മാറിയെന്ന് മാലുവോ? എനിക്കവിടെ ആരുമില്ല. ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ?
പണ്ട് നീ എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിച്ച ഓർമ്മയുണ്ടോ? സരളെ ചതിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വാക്ക് പാലിച്ചു. ഇപ്പോ കണാരേട്ടൻ എന്റെ അമ്മായിച്ചനാ. തുറയില് പണിയൊന്നും ഇല്ലാണ്ടായപ്പോ മരുമോന്റെ കൂടെ ലോറിയിൽ കയറിയതാ. സരള പറഞ്ഞപ്പോഴാ പല സത്യങ്ങളും ഞങ്ങൾ അറിഞ്ഞത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാലു പുറത്തു പറഞ്ഞ നിന്നെ കൊന്നുകളയുന്ന തുറയിലാശാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. നീ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാ അവളൊന്നും മിണ്ടാതെ നിന്നെ. നീ മരിച്ചു എന്ന് കരക്കാര് മുഴുവൻ വിശ്വസിച്ചെങ്കിലും മാല് മാത്രം അത് വിശ്വസിച്ചില്ല. നീ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവള് കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ തൊറയിലാശാൻ കുമാരനും മാലുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു. കുമാരേട്ടന് കോളടിച്ചല്ലാട്ട് വേഗം കൊടുക്കടോ. വന്നാട്ടെ വന്നാട്ടെ, ഞാനകത്താട്ടൊന്ന് പോയിട്ട് വരാം. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഈ തുറക്കാരുടെ മുന്നിൽ നീ എന്നെ നാണം കെടുത്തി അടങ്ങുമല്ലേ? എന്റെ സമ്മതമില്ലാണ്ട് നിശ്ചയിക്കണ ഈ കല്യാണം നടക്കുമെന്ന് അച്ഛൻ സ്വപ്നത്തെ പോലെ വിചാരിക്കണ്ട. നീ പിന്നെ ആരെ അടി കാത്തിരിക്കണേ? ചത്ത് കടലെടുത്തു പോയ ആണും പെണ്ണും കെട്ട അവനെയാ. എടി, അവൻ തിരിച്ചു വരില്ലെന്ന് 100 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ? ഒന്നുകളയും ഞാൻ. അവൻ കടലമ്മയുടെ കൊട്ടാരത്തിൽ സുഖവാസത്തിന് പോയതല്ല, ഒന്ന് കടലിലെറിഞ്ഞതാ. അതവൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു. ശ്രീവാളിൽ നിന്ന് ചാടി മാലു ആത്മഹത്യക്ക് ശ്രമിച്ചു. പിറ്റേന്ന് ആ കരയാകെ ഞെട്ടണ വാർത്തയായിട്ടാണ് പരദൂഷണം വറിയതെത്തിയത്. അറിഞ്ഞില്ല ആശുപത്രിയിലെ വിശേഷം? തൊറയിലാശാന്റെ മോള് പിഴച്ചുപോയി. അവക്ക് വയറ്റിലുണ്ടെന്ന്. ഈശ്വര, കുമാരേട്ടൻ പുറകെ നടന്ന് പണി പറ്റിച്ചെടുത്ത. കുമാരനല്ല ആള്, അവള് നമ്മുടെ രാധയുടെ പേരാ പറഞ്ഞത്. മാലുവിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ നശിപ്പിച്ച അവളെ സ്വീകരിച്ചോളാന്ന് കുമാരൻ സമ്മതിച്ച് അവരതിനുള്ള ശ്രമം തുടങ്ങി. അന്ന് അവളൊരു ഭ്രാന്തിയെ പോലെ ബഹളം ഉണ്ടാക്കി. എന്താ കൊച്ചേ ഇത്? വേണ്ട, അടുത്ത് വരരുത്. എന്താ ഇത്? ഒന്നും പറയണ്ട. എന്റെ കുഞ്ഞിനെ കൊല്ലം ഞാൻ സമ്മതിക്കില്ല. ആണും പെണ്ണും കെട്ടവനെന്ന് പറഞ്ഞ പാവത്തിന് എല്ലാരും കൂടി കൊന്നാളിഞ്ഞില്ലേ? എന്റെ രാധ ആൺകുട്ടിയാ. അതിന് തെളിവായിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തും. അതിന് തടസ്സം നിന്നാ ഞാനും ഈ കടലിൽ ചടിച്ചാവും. ഓർത്തോ? ഇറങ്ങി വാടോ. താനെന്റെ മോനെ കൊല്ലാക്കൊല ചെയ്ത് പോരാഞ്ഞിട്ട് ഇപ്പൊ അവന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയാണോ? ഞങ്ങൾക്കൊക്കെ ജീവനുള്ളപ്പോ പറ്റിയാണോ? എല്ലാരെയും എല്ലാ കാലവും പറ്റിക്കാനും വിചാരിക്കണ്ട. ഒരു തുറയിലാശാൻ വന്നേക്കണ്. എന്റെ മോനാണല്ലെന്ന് പറഞ്ഞ് തനിക്ക് ദൈവം തന്ന ശിക്ഷയാണിത്. തന്റെ ഒടുക്കത്തെ ഒരു പ്രവചനം. ഇനി ഞങ്ങളുടെ മോനെ തിരിച്ചു തരാൻ തനിക്ക് സാധിക്കോ? ഇയാളെയാണ് നാട്ടിൽ നിന്ന് ഓടിക്കേണ്ടത്. ഉള്ള ശകുനി തൊറയിലാശാൻ. ഈ മുറ്റത്ത് വന്ന് ബേളം വെക്കാൻ നിങ്ങൾക്കൊക്കെ എന്നാ ധൈര്യം വന്നത്? മര്യാദക്ക് പോയില്ലെങ്കിൽ കുമാരന്റെ തനി സ്വഭാവം അറിയുമേ. നാണം കെട്ടവന്. നാട്ടിൽ വേറെ പെണ്ണില്ലാഞ്ഞിട്ടാണോ വയറ്റിലുള്ള ഒരു പെണ്ണിന്റെ പുറകെ നീ പിന്നെ നടക്കണത്? നിങ്ങളുടെ മോനെ ഒഴിവാക്കാമെങ്കിൽ വയറ്റിലുള്ളവന്റെ കൊച്ചിനെ ഒഴിവാക്കാനും കുമാരൻ അറിയാം. അതിന് അവളൊന്ന് കാല് തെറ്റി വീണാ മതി. നിന്റെ മോനെ പോലെ തന്നെ അതി ഭൂലോകം കാണുകയല്ല. നിന്റെ അച്ഛൻ തീർന്നത് അബദ്ധത്തിലാണെങ്കിൽ ഇത് അറിഞ്ഞോണ്ട് തീർക്കുക ഞാൻ. വേറെ കടുവാ. അതോടെ കുമാരന്റെ മനസ്സിലെ പക വർദ്ധിച്ചു. പിറ്റേന്ന് രാത്രി